ഞാൻ പാവാണ്. നല്ല ചൊറുക്കായിട്ടുണ്ട് നീ വർത്താനം പറയുമ്പോ. ചേച്ചി ഇപ്പൊ ഗ്രോയിങ് ആണെന്ന് കാണുമ്പോ കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇടുന്നില്ലേ? ഇതെന്താ പഠിത്തമാണ്? ഹായ് ഹലോ, ദിസ് ഇസ് മീ ആദ്ര. വെൽക്കം ബാക്ക് ടു ചിറ്റ് ചാറ്റ് വിത്ത് ആദ്ര. ഫെയിം സ്റ്റെപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ചിറ്റ് ചാറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് ടിക്ടോക്കിലൂടെയും യൂട്യൂബിലൂടെയും ഏവർക്കും ഫെമിലിയറായ ആമി അശോകൻ. ഹലോ, വെൽക്കം ആമി ചേച്ചി. താങ്ക് യു. ഇന്ന് നമുക്ക് വെൽക്കം ബാക്ക് ടു ചിറ്റ് ചാറ്റ് വിത്ത് ആദ്ര എന്ന് ഒരുമിച്ച് ക്യാമറയിൽ നോക്കി പറഞ്ഞാലോ? പറയാലോ. 3, 2, 1. വെൽക്കം ബാക്ക് ടു ചിറ്റ് ചാറ്റ് വിത്ത് ആദ്ര. അപ്പൊ ഞാൻ ചേച്ചിക്ക് കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? ചേച്ചിയുടെ പേര് ആമിയാണെന്നും ചേച്ചി കാസർഗോഡിലെ നീലേശ്വരം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് എന്ന് എനിക്കറിയാം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? വീഡിയോയിലൊക്കെ ഞാൻ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇനി കുറച്ചും കൂടി പ്രത്യേകതകൾ ഉണ്ടാവില്ലേ? അതൊക്കെ ഒന്ന് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമോ? അടുത്ത വലിയ പ്രത്യേകതയാണ് ഞാൻ സ്പെഷ്യൽ ബയോ. നീലേശ്വരം കാവ്യമാധവൻ ചേച്ചീൻ്റെ നാട് മീൻസ് ആ ചേച്ചി വഴിയാണ് കൂടുതൽ എല്ലാവർക്കും അറിയണത്. പിന്നെ ഒരുപാട് തറവാടുകൾ ഉണ്ട്. പണ്ടത്തെ രാജാക്കന്മാരുടെ കുറേ തറവാട്, കോവിലകം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. പിന്നെ നേച്ചറായിട്ട് ബന്ധപ്പെട്ട് നല്ല പ്രകൃതി സംഭവങ്ങൾ, നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആൾക്കാർ നല്ല അടിപൊളിയായിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ ചേച്ചീനെ പറ്റിയൊരു ചെറിയൊരു ബയോ. എന്നെ പറ്റിയോ? ഞാൻ പാവാണ്. എന്നെ പറ്റി എങ്ങനെ പറയാന്ന് വെച്ചാൽ, ഞാൻ നീലേശ്വരത്തു നിന്നാണ് വരുന്നത്. വീട്ടിലമ്മ, ഏട്ടനുണ്ട്. ഇപ്പോൾ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. പിന്നെ ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഒക്കെയാണ് എൻ്റെ ഒരിതെന്ന് പറയണത്. പിന്നെ ആക്ടിങ് ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്, ട്രാവലിംഗ് ഇഷ്ടമാണ്. ഹോബീസ് പറയണത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ വർക്കൗട്ട് കാര്യങ്ങൾ, ജിമ്മ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഇഷ്ടമാണ്. ചേച്ചി ഏത് സ്കൂളിലും കോളേജിലൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ പടന്നക്കാട് കോളേജിലാണ് പഠിച്ചത്. സ്കൂൾ വെച്ചാൽ രാജാസിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ നീലേശ്വരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ് രാജാസിൽ. പിന്നെ എൻ്റെ കുമ്പളപ്പള്ളിയുള്ള ഒരു സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് ചേച്ചി നീലേശ്വരം എന്ന സ്ഥലത്തു നിന്നാണല്ലോ വന്നത്. അവിടുത്തെ ഭാഷയിലൊന്ന് സംസാരിക്കാമോ? കാസർഗോഡ് ഭാഷയിൽ എന്ത് ചെല്ലുന്നു നീ ഒന്നും പറയുന്നത് എനിക്ക് തിരിയുന്നില്ലല്ലോ. നല്ല ചൊറുക്കായിട്ടുണ്ട് നീ വർത്താനം പറയുമ്പോ. തിരിഞ്ഞിട്ടില്ല? നീ മുണ്ടുമ്പോൾ നല്ല ചൊറുക്കായിട്ടുണ്ട്, ഇങ്ങനെ നല്ല മജയുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഞാൻ ചെറിയ കുഞ്ഞിൻ്റെ ഒപ്പം ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നല്ല ഭാഗമുണ്ട്. ഈ സംസാരിക്കണ സമയത്ത് നല്ല ചൊറുക്കുണ്ട് പറഞ്ഞാൽ നല്ല ഉഷാറുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ചെറിയ കുട്ടീൻ്റെ അടുത്ത് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യണത്. ഓക്കെ. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഭയങ്കര പ്രൊഫഷണൽ യൂട്യൂബറും ടിക്ടോക്കറൊക്കെ ആണല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ട് എവിടെ നിന്നാണ്? ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ചെയ്യണതാണോ? ആ ഒരു സ്പാർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പറഞ്ഞു തന്നു ചെയ്തതെന്നല്ല, എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു എൻ്റെ ഫ്രണ്ട്. അവൾ ഓൾറെഡി ആ ഡബ് സ്മാഷ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൾ ഇങ്ങനെ ജസ്റ്റ് അവളും അവളുടെ ഫ്രണ്ട്സും ചെയ്തൊരു വീഡിയോ അയച്ചു തന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഓൾറെഡി ആക്ടിങ് ഒക്കെ ഇഷ്ടമുണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ തന്നെ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ജെറിൻ ജോസി എന്നാണ് പേര്. അപ്പോൾ അവൾ എനിക്ക് ഇങ്ങനെ അയച്ചു തന്നത് ചെയ്ത് നോക്കുക പറഞ്ഞു. ഞാൻ ചെയ്തിട്ട് ഞാൻ പബ്ലിഷ് ആക്കിയിട്ടൊന്നുമില്ല, അവൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു ഇഷ്ടമായി, നല്ല രസമുണ്ട് പറഞ്ഞ്. പിന്നെ ഞാൻ അതിൽ കുറേ വീഡിയോസ് ഇടാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മ്യൂസിക്കലി എന്നുള്ള ആപ്പ് അത് മാറിയിട്ടാണ് ടിക്ടോക്ക് വന്നത്. അപ്പം അവളാണ് ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ അവളാണ് മോട്ടിവേഷൻ, ഒരു പുഷൊക്കെ തന്നത് അവളാണ്. ഇപ്പോൾ ഈ നിലയിൽ നിൽക്കണതൊക്കെ അവൾ തന്ന പുഷും കൊണ്ടാണ്. അപ്പോൾ ആക്ടിങ് ഇഷ്ടമുണ്ടായതുകൊണ്ട് തന്നെയാണ് പ്രൊഫഷൻ ആയിട്ട് എടുത്തത്. ഓക്കെ. അപ്പം ചേച്ചി ഇപ്പോൾ ഗ്രോയിങ് ആണെന്ന് കാണുമ്പോൾ കുറേ പേര് നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുന്നില്ലേ? അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ നെഗറ്റീവ് കമൻസ് ഒക്കെ അതൊക്കെ കണ്ടപ്പോൾ ചേച്ചിക്ക് എന്തായിരുന്നു ഫീൽ? ആക്ച്വലി ആദ്യമൊക്കെ സങ്കടം വന്നിരുന്നു. ഞാൻ മനുഷ്യനാണല്ലോ. അല്ല, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരും. പിന്നെ എനിക്ക് കിട്ടി ശീലമായപ്പോൾ മൈൻഡാക്കാണ്ടായതാണ്. സങ്കടം എന്തായാലും വരുമല്ലോ. അതിപ്പോൾ എനിക്കിപ്പോൾ ആരടുത്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ഏത് പ്രൊഫഷനായാലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സങ്കടം വരുമ്പോഴൊക്കെ ചേച്ചി എന്താ ചെയ്യാറ്?
ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആദ്യം പറയായിരുന്നു. അപ്പോൾ അവർ പറയും എന്നാൽ പിന്നെ നിർത്താത്, കുഴപ്പമില്ല. ചിലവരെൻ്റെ അടുത്ത് പറയും കുഴപ്പമില്ല ഇട്ടോ, അത് സാരമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ രണ്ട് രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ അധികം അങ്ങനെ ഞാൻ എല്ലാവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം കമൻസ് ആണല്ലോ, നമ്മൾ ഡയറക്റ്റ് വന്ന് പറയാനുള്ള ധൈര്യമൊന്നും അവർക്കില്ലല്ലോ. അപ്പോൾ കമൻസിലൂടെ പറയണവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇടുന്നവരോടൊക്കെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാ, അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ല ചോദിക്കണവർക്കാണ് ശരിക്കും പണിയില്ലാത്തതെന്ന് തോന്നുന്നു. അവർ വെറുതെ വന്ന് കമന്റ്സ് ഇടണതല്ലേ, അപ്പം ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ട് എന്താ കാര്യം, അവരിടാണ്ടിരിക്കൊന്നുമില്ലല്ലോ. അതെ അതെ. ചേച്ചി ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ടിക്ടോക്കിലൂടെയാണോ? ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോഴാണോ ചേച്ചി യൂട്യൂബ് തുടങ്ങിയത്? എനിക്ക് മുന്നേ ഒരു ചാനൽ വെറുതെ ഉണ്ടായിരുന്നു ടിക്ടോക്കിന്റെ സമയത്ത്, പക്ഷെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ടിക്ടോക്ക് പോയ സമയത്ത് ഈ റീൽസ് വരണതിന് മുന്നേ തന്നെ ഞാൻ യൂട്യൂബിലേക്ക് കയറി. അപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് റീൽസ് വന്നത്. അപ്പോൾ പിന്നെ രണ്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറി. ഇപ്പം ചേച്ചിയുടെ പോലെ ടാലൻ്റ് ഉള്ള കുറേ പേരുണ്ടാവുമല്ലോ, അവരൊക്കെ ടാലൻ്റ് ഉണ്ടായിട്ടും സറൗണ്ടിങ്സ് ബാഡാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് വന്നു അതുകൊണ്ട് ക്വിറ്റായി, അല്ലെങ്കിൽ തുടങ്ങാൻ പേടിയാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിലും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മോശം രീതിയിലും ചെയ്യുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യണ വേ ആയിരിക്കും നമ്മളെ ഫ്യൂച്ചർ എന്ന് പറയണത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞ് നമ്മൾ കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ ആൾക്കാർ ചിലപ്പോൾ പുച്ഛിക്കും, പുച്ഛിച്ചവരും ചിലപ്പോൾ തിരിച്ചു വന്ന് നമ്മളെ കൈയടിച്ച് നമ്മളെ സ്വീകരിക്കും. അപ്പോൾ നമുക്കൊരു ഫ്യൂച്ചർ നമ്മളെ പ്ലാനിലായിരിക്കുമല്ലോ നമ്മൾ കണ്ടെത്തുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഫഷനിൽ എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. ആക്ടിങ് ഒക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ കുറേ പേര് സിനിമയിൽ കയറിയിട്ടുണ്ട്, റീൽസ് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ വ്ളോഗ് ചെയ്തിട്ടായാലും കുറേ പേര് ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ടിങ് എന്നുള്ളൊരു പ്രൊഫഷൻ വേണം, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് പോകണം എന്നുള്ളവർക്കൊക്കെ സോഷ്യൽ മീഡിയ നല്ലതാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് കേൾക്കും. അതിപ്പോൾ ഏത് ഫീൽഡിലാണോ അങ്ങനെയാണ്. കേൾക്കുന്നുള്ളൊരു മുൻ തയ്യാറെടുപ്പൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു ഗെയിം കളിച്ചാലോ? ഗെയിമിൻ്റെ പേര് ഇമോജി ഗെയിം എന്നാണ്. ഞാൻ ചേച്ചിക്ക് കുറച്ച് സിറ്റുവേഷൻസ് തരും. അപ്പോൾ ചേച്ചി ആ നേരത്തെ എന്തായിരിക്കും ചേച്ചിയുടെ ഫേസിൽ എക്സ്പ്രഷൻ എന്ന് ഞങ്ങൾക്ക് കാണിച്ചു. ഫോർ എക്സാമ്പിൾ ഹാപ്പി ആണെങ്കിൽ ഇങ്ങനെ, സാഡ്, ആംഗ്രി, എക്സൈറ്റഡ്, ക്ഷീണം. ഓക്കെ അല്ലേ? അത് ചേച്ചിയുടെ ആദ്യത്തെ സിറ്റുവേഷൻ. പെട്ടെന്ന് നോക്കുമ്പോൾ ചേച്ചി അടിപൊളിയായിട്ട് എടുത്ത കുറേ ഫോട്ടോസ് ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ. പിന്നെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ചേച്ചീനെ കുറെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തിട്ട് സെൽഫി ഒക്കെ എടുക്കാൻ വന്നു. എനിക്ക് നാണം വരും. എക്സ്പ്രഷൻ കാണിക്കും. ഇതാണ് വരിക. പിന്നെ ചേച്ചിയുടെ ഫേവറേറ്റ് ഫ്ലവർ വേസ്, അത് ചേച്ചിയുടെ ഫ്രണ്ട് താഴത്തോട്ട് പൊട്ടിച്ചു. തല കൊണ്ട് പൊട്ടിക്കും ഞാൻ. അതിന് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല, ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല എന്നാലും കള്ളപ്പന്നി അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ചേച്ചി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോ പെട്ടെന്ന് 1 മില്യൺ അടിച്ചു. അല്ല, 1 മില്യൺ പൊതുവെ അടിക്കണോണ്ട് വലിയ എക്സ്പ്രഷൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ചേച്ചി ഒരു ഗേൾ എന്ന നിലയ്ക്ക് ബാക്കിയുള്ള ഗേൾസിനോട് എന്താണ് പറയാനുള്ളത്? ഇതുപോലെ ടാലന്റ് ഉള്ളവർക്ക് അവരത് അടക്കി പിടിക്കുന്നു. ഇപ്പൊ ചേച്ചി ഓൾറെഡി പറഞ്ഞല്ലോ. എന്നാലും ഗേൾസിനോട്, പ്രത്യേകിച്ച് ഗേൾസ് ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഗേൾസിനാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ സ്വന്തമായിട്ടുള്ള ഒരു നമുക്കിപ്പം നമ്മളെ മനസ്സിലുണ്ടാവില്ല ഞാൻ ഓക്കെയാണ്, ഞാൻ എനിക്കുള്ളതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഗേൾസ് ആയാലും ഇപ്പോൾ ബോയ്സ് ആയാലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. എന്ത് കാര്യത്തിനായാലും ഞാൻ ചെയ്യണത് ഓക്കെയാണ്. ഇപ്പോൾ എന്ത് ചെയ്യണതാണെങ്കിൽ കുറച്ച് ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. ചെയ്തതിന് എന്തെങ്കിലും തെറ്റുപറ്റിയാലും അതിൽ വലിയ റിഗ്രറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാണ്ട് അത് ഓക്കെ ഫൈൻ, അത് നമുക്ക് ഇനി ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം ഗേൾസിന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വൈസൊന്നും ഇല്ല. ആർക്കാണ് ആഗ്രഹം അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ആവുള്ളൂ. ആരും നമുക്ക് ചിലപ്പോൾ പുഷ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ, നമ്മൾ തന്നെ സ്വയം പുഷ് ചെയ്യുക, നമുക്ക് വേണ്ട ഡ്രീംസ് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ചേച്ചീനെ പുഷ് ചെയ്യാൻ ആരായിരുന്നു? ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ഫാമിലി ഉണ്ടായിരുന്നു,
എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ ചേച്ചി യൂട്യൂബൊക്കെ ആയിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകണോ അതോ ഫ്യൂച്ചർ വെറൈറ്റി പ്ലാൻസ് ഉണ്ടോ? എന്താണ് ചേച്ചിയുടെ പ്ലാനിങ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലാൻസ് ആരടുത്തും പറയാണ്ടിരിക്കുന്നത് ബെറ്റർ. ഓക്കെ. അല്ല, എനിക്ക് നോർമലി എല്ലാവർക്കും അറിയണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിലിം ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫിലിമിലേക്ക് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഉള്ളിടത്തോളം കാലം അതും യൂസ് ചെയ്യും. അതിൽ നിന്നൊന്നും ആരും കിറ്റ് ചെയ്തൊന്നുമില്ല. പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പം ഒരു ബോസ് ലേഡി ടൈപ്പ് ആവണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ ചേച്ചി ആദ്യമൊക്കെ യൂട്യൂബിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കുറവായിരുന്നു. ഇപ്പൊ കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പുതിയതായിട്ട് വന്നു. ഇപ്പൊ അവര് തമ്മിൽ വലിയ മീൻസ് കോമ്പറ്റീഷൻ തന്നെയുണ്ട്. അപ്പൊ ചേച്ചിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മൈൻഡൊന്നും അല്ല. അവർ ചെയ്യണു അവരുടെ വ്യൂസ് കാര്യങ്ങൾ, ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യണു, അങ്ങനെയുള്ളൂ. ആരടുത്തും അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല. ഒരു ജയം തോൽവി അങ്ങനത്തെ ടൈപ്പില്ല. എനിക്ക് പീസായിട്ടുള്ളത് അതാണ്. സ്വന്തം കാര്യം നോക്കി പോവുക, സ്വന്തമായിട്ട് നമ്മൾ കണ്ടിട്ട് വീഡിയോസ് ഇടുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ തമ്മിൽ ഈഗോ കാര്യങ്ങളൊക്കെ വരും. ഇപ്പം എന്നിങ്ങാട് ലൈക്ക് അവന് കിട്ടിയല്ലോ, അവർ തമ്മിലുള്ള ചിലപ്പോൾ മേ ബി ആ ബോണ്ട് ബ്രേക്ക് ആവും. അതിനൊന്നും ആവശ്യമൊന്നുമില്ല. അവനുള്ളത് അവന്, എനിക്കുള്ളത് എനിക്ക്, അങ്ങനെ രീതിയിലാണ് ഞാൻ പോവുക. ഓക്കെ. ഇനി നമുക്ക് ചേച്ചിയോട് കുറച്ച് റിഡിൽസ് ചോദിക്കാനാണ് അത്. കടിങ്കഥ. ഓക്കെ ഓക്കെ. അപ്പം ഫസ്റ്റ് വണ്ണേ, സ്വന്തമായിട്ട് കസാരയുള്ള മാൻ. ചെയർമാൻ. കറക്റ്റ് ആണ്. ഓക്കെ. ആരും യാത്ര ചെയ്യാത്ത ബസ്. ആരും യാത്ര ചെയ്യാത്ത ബസ്സോ? ബസ്സോ എന്താണ് കിട്ടില്ല? ഞാൻ പറയട്ടെ, സിലബസ്. അമ്മ പറഞ്ഞതാണോ ക്വസ്റ്റ്യൻ? അമ്മ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ? കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഓക്കെ. ആരും കൂട്ടാത്ത കറി. ആരും കൂട്ടാത്ത കറിയോ? അതെന്തത്? മെർക്കുറിയാണല്ലേ? അറിയില്ല. അറിയില്ലല്ലേ? ബേക്കറി. ബേക്കറി ശരിയല്ല. എനിക്ക് ഇപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ വിളിച്ച് ഞാൻ ഇത് ചോദിക്കും. ഇനിയുണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ. ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ. അയ്യോ പിന്നെന്തായിരുന്നു? ഓക്കെ. ആംഗിൾ എ. ഇതൊരു വാക്കാണ്. ഹാഫ് സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിൾ, എൽ എ. കുക്കു അങ്ങനെ എന്തെങ്കിലും ഞാൻ അടുത്തെത്തി. ഹാഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ സി ഓ സി ഓ കോക്കോമല്ലേ അങ്ങനെ എന്താണ്? ആണോ? അല്ല, കൊക്കോള. കൊക്കോള. ഓക്കെ, ഫൈൻ ഫൈൻ. കൊക്കോന്റെ വേറെ അടുത്തല്ലേ? ഓക്കെ. പിന്നെ ഒരു ഗെയിമും കൂടി ഉണ്ട്. ഓക്കെ. ഞാൻ ചെയ്യുന്ന ആക്ഷൻസ് കോപ്പി ചെയ്യണം, അത്ര. ഓക്കെ. ഇതെന്താ പഠിക്കാണ്? എന്തത് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയാ? കിളി കിളിയില്ലേ? കിളി. ഓക്കെ ഓക്കെ. ആയോ? അയ്യോ അങ്ങനല്ല, കിളി. ഇങ്ങനെയോ? യെസ്. ഓക്കെ. ഇതിന്റെ ഉള്ളിലാണ് നോക്കിയതല്ലേ? ഇതും എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇത് അതറിയാലേ? അല്ല, ഇപ്പൊ ഞാൻ നോക്കിയപ്പോ തന്നെ ആക്ഷൻ ഇങ്ങനെ നോക്കിട്ടാ ചെയ്തത്. ഓക്കെ. ഇതല്ലേ? ഓക്കെ. കഴിഞ്ഞു. താങ്ക് യു. അപ്പൊ ഇത്ര നേരം ആമി ചേച്ചിയുടെ കൂടെ സംസാരിച്ചിരുന്നപ്പോ എനിക്ക് സമയം പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. ഓക്കെ. അപ്പോൾ ഇത്ര സമയം എന്നെ ഇന്റർവ്യൂ ചെയ്തില്ല, ഞാൻ തിരിച്ച് ഇന്റർവ്യൂ ചെയ്യട്ടെ. ഞാനും ഫസ്റ്റ് ടൈമാണ് ഒരാളെ ഇന്റർവ്യൂ ചെയ്യണത്, കൊച്ചുകുട്ടീനെ. അപ്പം എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട്. മോളുടെ കാര്യം എനിക്ക് ഓൾറെഡി അറിയാം. അമ്മയും എന്താണ് ഓക്കെ, അതിൽ റണ്ണറപ്പ് ആണല്ലേ, ഫസ്റ്റ് റണ്ണറപ്പ്. ഞാൻ ഇപ്പോൾ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു. അപ്പോൾ ബാക്കി പറയാം.
പേരും കാര്യങ്ങളൊക്കെ. എൻ്റെ പേര് ആദ്ര ആനന്ദ്. ഞാനിപ്പോൾ 6th പഠിക്കുന്നത്. എൻ്റെ സ്കൂളിൻ്റെ പേര് മറിയ തെരേസ സ്ക്രില്ലി പബ്ലിക് സ്കൂൾ എന്നാണ്. ഞാൻ ശരിക്കും തൃശ്ശൂരിൽ നിന്നാണ്, പക്ഷെ ഇപ്പോൾ ഇവിടെ എറണാകുളം സെറ്റിൽഡാണ്. പറവൂരല്ലേ? യെസ്, നോർത്ത് പറവൂർ. ഓക്കെ. എന്താണ് പാഷൻ? പാഷൻ എനിക്ക് ഡാൻസിങ്ങും ആക്ടിങ്ങും തന്നെയാണ് ഇഷ്ടം. ഡാൻസർ ആണല്ലേ? ഡാൻസർ ആവണം. എക്സ്പ്രസീവാണ് സംസാരിക്കുമ്പോൾ ഒക്കെ. പിന്നെ എന്താണ് ഈ ഒരു ഇന്റർവ്യൂ എന്നുള്ള ഇതിലേക്ക് വരാൻ വേണ്ടി സംസാരിക്കാൻ ഇഷ്ടമാണോ? എനിക്ക് ആങ്കർ ആവാൻ ഒരു പാഷൻ കൂടിയുണ്ട്. ഇപ്പോൾ സ്കൂളിൽ വന്ന ആർട്സ് ഡേക്ക് ഞാൻ ആങ്കറിങ് കോമ്പറ്റീഷന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് ഇനി ആങ്കർ ആവണമെന്ന് ഒരു ആഗ്രഹം. പിന്നെ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ആങ്കർ ആയിട്ട് പോയാലോ അല്ലെങ്കിൽ ഇന്റർവ്യൂവർ ആയിട്ട് പോയാലോ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ട്രൈ ചെയ്യാന്ന് വേണ്ടി എത്തിയതാണ് ഞാൻ. ഹാപ്പിയാണല്ലേ? ഭയങ്കര സപ്പോർട്ടാണോ ഫാമിലി? ഫാമിലി മൊത്തം സപ്പോർട്ടാ. അമ്മയാണല്ലേ ഭയങ്കര? അമ്മയും അപ്പയും ആണല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണോ ഫ്യൂച്ചർ എന്ന് പറയണത്? ഇതായിട്ടാണോ കാണുന്നത്? ആങ്കറിങ് ലൈഫ്, ആക്ടിങ് എല്ലാം സെറ്റ് ആവട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കഴിഞ്ഞോ? ഓക്കെ. ഓക്കെ, അപ്പോൾ ഫെയിം സ്റ്റെപ്സിന്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്. ബൈ ടിൽ നെക്സ്റ്റ് ഷോ ചിറ്റ് ചാറ്റ് വിത്ത് ആദ്ര.